നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 43-കാരന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ക്വാറന്റൈനിൽ കഴിയുന്ന 3 പേരുടെ സാമ്പിൾ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഇന്ന് കോഴിക്കോടെത്തും. ദീപക് തർമ്മടം വിവരങ്ങൾ വച്ചിരുന്നു. ദീപക്, അത്യാവശ്യം വലിയ ഒരു റൂട്ട് മാപ്പായിരുന്നു. അപ്പോൾ ഇന്ന് വരുന്ന ആ സാമ്പിൾ പരിശോധനാ ഫലം രോഗവ്യാപനം ഉണ്ടോ എന്നറിയുന്നതിൽ അതിനിർണായകമാണ്. ദീപക്, ഹാഷ്മി, ഒരുപക്ഷെ ഒരു ആശ്വാസവും ഒരു ആശങ്കയുമാണ്. അതായത് ഒന്ന്, ഈ 43-കാരൻ അപകടാവസ്ഥയിൽ, അത്യന്തം അപകടാവസ്ഥയിലാണ് ഉള്ളത്. വെന്റിലേറ്റർ സപ്പോർട്ടിൽ എന്ന് മാത്രമല്ല, അബോധാവസ്ഥയിലാണ്. ഏറ്റവും ഒടുവിൽ ഏറ്റവും 3-ാം ഘട്ടത്തിൽ നൽകുന്ന ചികിത്സ നൽകിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ വിശ്വസ്ത കേന്ദ്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. മോണോക്ലോണൈൻ ആൻറ്റിബോഡി ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ആരോഗ്യവകുപ്പിൻ്റെ തലപ്പത്ത് നിന്നും അറിയാൻ സാധിച്ചത്. മറ്റൊന്ന്, ഈ രോഗി ഇപ്പോഴും മരുന്നിനോട് പ്രതികരിച്ചോ എന്നുള്ളത് പോലും കണ്ടെത്താൻ പറ്റുന്നില്ല. കാരണം അത്തരത്തിലുള്ളൊരു പ്രതികരണം കാണാനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രോഗി അത്യന്തം അപകടാവസ്ഥയിലാണ്. മെഡിക്കൽ കോളേജ് അധികൃതർ ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള അവസാനവട്ട ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രോഗിയെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ വേണ്ടത്ര ചികിത്സ കിട്ടിയോ എന്നുള്ളതിൽ സംശയമുണ്ട്. കാരണം അത്യന്തം അപകടാവസ്ഥയിലായിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ ലഭിക്കേണ്ട ചികിത്സ കിട്ടിയോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. ഏതായാലും ഇപ്പോൾ രോഗിയുടെ അവസ്ഥ വളരെ മോശമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. മറ്റൊരാശ്വാസം, ഈ രോഗിയുടെ ഏറ്റവും അടുത്ത കോൺടാക്റ്റ് ഉണ്ടായിരുന്ന 3 പേരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവർ ഐസൊലേറ്റഡ് വാർഡിലാണ്. ഇവർ നേരത്തെ തന്നെ ക്വാറന്റൈനിലായിരുന്നു. പക്ഷേ ചില ലക്ഷണങ്ങൾ കണ്ടതുകൊണ്ട്, പ്രത്യേകിച്ചും ഇപ്പോൾ ലക്ഷണമെന്ന് പറയാൻ സാധിക്കില്ല, കാരണം വ്യാപകമായി പനിയും ചുമയും തുമ്മലും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിപ്പയുടെ ലക്ഷണമാണോ എന്ന് കണ്ടെത്തുക കുറച്ച് ദുഷ്കരമാണ്. പക്ഷേ എന്നാൽ ചില ലക്ഷണങ്ങൾ പ്രകടമായതുകൊണ്ട് 3 പേരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവരുടെ പ്രാഥമിക സ്രവ പരിശോധനയിൽ നെഗറ്റീവാണ്. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക സ്രവ പരിശോധനയിൽ നെഗറ്റീവാണ്. പക്ഷേ എന്നാൽ വിശദമായ പരിശോധനയിലെ നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേന്ദ്ര ഡിസീസ് കൺട്രോൾ ബോർഡിൻ്റെ വിദഗ്ധർ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. ഈ രോഗിയുടെ റൂട്ട് മാപ്പ് അതിവിപുലമാണ് എന്നുള്ളതാണ്. സമ്പർക്ക പട്ടികയിൽ നിരവധി പേരുണ്ട്. ആരോഗ്യ പ്രവർത്തകർ തന്നെ ഏറെയുണ്ട്. കാരണം മിംസ് ആശുപത്രിയിലെ OP മുതൽ ജനറൽ വാർഡ് മുതൽ അവിടെയുള്ള സ്കാനിംഗ് സെന്റർ മുതൽ എക്കോ സെന്റർ വരെയുള്ള നിരവധി കേന്ദ്രങ്ങൾ, അങ്ങനെ ഇവരെല്ലാം അധികം സാമ്പിൾ പരിശോധനാ ഫലത്തിൽ വേറെ ആർക്കും രോഗസ്ഥിതികൾ ഉണ്ടാവാതിരിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.